ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ എവരിവൺ എ വിന്നർ. എല്ലാ കൂട്ടുകാരും ക്ലാസ്സൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ടീച്ചർ നമുക്ക് ബ്രിട്ടീഷുകാർ നമ്മൾ ഇന്ത്യക്കാരോട് ചെയ്ത ക്രൂരതകളൊക്കെ പറഞ്ഞു തന്നൂല്ലേ. എന്തായിരുന്നു, ആരെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ എത്ര കാലം വേണമെങ്കിലും തടവിൽ വയ്ക്കാൻ സാധിക്കുന്ന നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു അല്ലേ. അതായത് സാധാരണഗതിയിൽ നമ്മൾ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിയിലൊക്കെ അയാളെ ഹാജരാക്കി വിചാരണയൊക്കെ ചെയ്യിക്കും. അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലേ തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെ വിചാരണയൊക്കെ ചെയ്യും. പക്ഷേ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്ത്, ആര് വേണമെങ്കിലും അങ്ങ് അറസ്റ്റ് ചെയ്യുക, എന്നിട്ട് എത്ര കാലം വേണമെങ്കിലും തടവിൽ വയ്ക്കുക, അങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവന്നു. ഇതിനെതിരെ ഗാന്ധിജി നടത്തിയ സമാധാന സമരങ്ങൾ, അദ്ദേഹം സമാധാനപരമായിട്ടുള്ള സമരങ്ങളെ അവർ എന്ത് ചെയ്തു, അടിച്ചമർത്തി. അങ്ങനെ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു ബ്രിട്ടീഷുകാർ. അതിനുശേഷം ഇന്ത്യക്കാർക്കെതിരെ ബ്രിട്ടീഷുകാരുടെ വലിയ ക്രൂരത, ഭയങ്കര വിഷമമുള്ളൊരു സംഭവം ഉണ്ടായില്ലേ. എന്താണ്, പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലത്ത് വലിയ കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒറ്റ പ്രവേശന മാർഗം മാത്രമുള്ളൊരു മൈതാനം, ചുറ്റും വലിയ കെട്ടിടങ്ങളാണുള്ളത്. ആ ഒരു കെട്ടിടത്തിലേക്ക് നമുക്ക് കടക്കാൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അവിടെ ബ്രിട്ടീഷ് നടപടികൾക്ക്, അതായത് ബ്രിട്ടീഷുകാരുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉള്ള ഒരു സമ്മേളനം നടക്കുകയാണ് അല്ലേ. പെട്ടെന്നൊരു വെടിയൊച്ച കേട്ടു. ഒന്നിന് പുറകെ ഒന്നായിട്ട് വെടിവെച്ച കേട്ട് ആൾക്കാരെല്ലാവരും പരിഭ്രാന്തരായില്ലേ. കാരണം എന്താ ഇപ്പോൾ പെട്ടെന്ന് ഈ ശബ്ദം കേട്ട് എല്ലാവരും പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങിയില്ലേ. ആ ഓട്ടത്തിൽ വെടികൊണ്ടും അതുപോലെ തന്നെ തിരക്കിൽപ്പെട്ടും നൂറുകണക്കിന് ആളുകൾ മരിച്ചുപോയി. അതുപോലെ തന്നെ മുറിവേറ്റവരോ അതിലേറെ ആൾക്കാർക്ക് മുറിവേറ്റു. ഇന്ത്യൻ മനസാക്ഷിയെ നടുക്കിയ ആ ദുരന്തം 1919 ഏപ്രിൽ 13 നടന്നത് അല്ലേ. ജാലിയൻവാലാബാഗ് ദുരന്തം. എത്രയും വേഗം ജാലിയൻവാലാബാഗിൽ എത്തിച്ചേരാൻ ഗാന്ധിജി ആഗ്രഹിച്ചു. പക്ഷേ ബ്രിട്ടീഷ് പട്ടാളം അദ്ദേഹത്തെ പഞ്ചാബിലേക്ക് കടക്കാൻ പോലും അനുവദിച്ചില്ല. ഇത് ഗാന്ധിജിയെ വളരെയധികം വേദനിപ്പിച്ചു അല്ലേ. Friends, we see the British cruelty. The British introduced an act which gave them power to arrest and imprison anyone they wanted without trial for any length of time. They suppressed the peaceful protest led by Gandhiji against this act and arrested him. Later, the British unleashed much cruelty on the Indians. The place known as Jallianwala Bagh in Punjab, a big open ground surrounded by huge buildings with only one entrance. A meeting was going on there to protest against the injustice of the British. Suddenly, gunshots were heard, one after the other, continuously, as if a cracker house was set on fire. The shocked and horrified people ran all around life. Hundreds of people lost their lives either in the firing or in the rush, and many more people were wounded. This incident that shocked the Indian mind took place on 30 April 1919. On hearing this, Gandhiji wished to reach Jallianwala Bagh as soon as possible, but the British army did not allow him to even enter Punjab. This disappointed Gandhiji furthermore. അങ്ങനെ ജാലിയൻവാലാബാഗ് സംഭവത്തെ തുടർന്ന് ദേശവ്യാപകമായിട്ട് സമരം ആരംഭിക്കുവാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ തലങ്ങളിലും നിസ്സഹകരിക്കുവാൻ തീരുമാനിച്ചു. അതായത് അവരുടെ നിയമങ്ങളുമായിട്ട്, ബ്രിട്ടീഷുകാരുടെ നിയമങ്ങളുമായിട്ട് സഹകരിക്കാതിരിക്കാൻ ആര് തീരുമാനിച്ചു? ഗാന്ധിജി തീരുമാനിച്ചു അല്ലേ. എന്തൊക്കെയായിരുന്നു? ഖാദി പ്രചരിപ്പിക്കുക, അതുപോലെ തന്നെ മദ്യം വർജിക്കുക, ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക, വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക, അങ്ങനെ പല കാര്യങ്ങളില്ലേ. Friends, Gandhiji called for a countrywide strike after the Jallianwala Bagh incident. It was decided not to cooperate with the British government at any level. Promote Gandhi, avoid liquor, propagate the Hindi language, then boycott foreign clothes, etc. their demands.
അങ്ങനെ നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി എവിടെ എത്തി? നമ്മുടെ കേരളത്തിലും എത്തി. ഗാന്ധിജിയുടെ ഈ വരവ് കേരളത്തിലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് കൂടുതൽ ശക്തി പകർന്നു. ഇന്ത്യക്കാരായ നാം എല്ലാം ഒരമ്മയുടെ മക്കളാണ്. നമ്മുടെ സുഖദുഃഖങ്ങൾ ഒന്നാണ്. നമ്മുടെ ലക്ഷ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇന്ത്യക്കാരായ നാം എല്ലാം ഒരമ്മയുടെ മക്കളാണ്. അതായത് നമ്മളെല്ലാം സഹോദരി സഹോദരന്മാരാണ്. അതായത് നമുക്ക് ജാതിയെന്നോ മതമെന്നോ അല്ലെങ്കിൽ മറ്റോ ഭാഷയെന്നോ ഒന്നുമില്ല. നമ്മളെന്താണ്? ഇന്ത്യക്കാരാണ്. നമ്മുടെ സുഖവും ദുഃഖവും ഒക്കെ എന്താണ്? ഒന്നാണ്. ഇനി നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ്. ബ്രിട്ടീഷുകാരിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നേടുക, നമ്മളെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യമാണ് ആർക്കുള്ളത്? നമുക്കുള്ളത്. Gandhiji said that we Indians are children of one mother. Our joys and sorrows are the same. Our goal is the freedom of India. അങ്ങനെ ഉപ്പുണ്ടല്ലോ, ഉപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. ഉപ്പ് നമ്മൾ കറിയിലും മറ്റൊക്കെ ഇടുന്ന ഉപ്പ്. ആ ഉപ്പായിരുന്നു ആ സമയത്ത് ആളുകളുടെ ഉപജീവന മാർഗം. അവർ കടലിൽ വെള്ളം കെട്ടി നിർത്തി അതിൽ നിന്നും ഉപ്പ് കുറുകിയെടുക്കുമായിരുന്നു, കല്ലുപ്പ്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? നമ്മുടെ കടൽ തീരത്ത്, അതായത് അവർ കടൽ തീരത്തിൽ നിന്ന് ഉപ്പ് ഉണ്ടാക്കുന്നതിന് ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തി. ഈ നികുതി കൊടുക്കാതെ ഉപ്പ് കുറുക്കിയാൽ എന്തായിരിക്കും? ജയിലിൽ പോവേണ്ടി വരും. അതായിരുന്നു ശിക്ഷ. അങ്ങനെ ഒരു നിയമം ആര് കൊണ്ടുവന്നു? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. അതായത് നമ്മൾ ഇന്ത്യക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉപ്പ് കടലിൽ നിന്നും കടൽ തീരത്തിൽ നിന്നും ഉപ്പ് കുറുക്കിയെടുക്കാൻ പറ്റില്ല. ഇനി അങ്ങനെ ചെയ്യാം. എങ്ങനെയാണെങ്കിൽ അവർക്ക് നികുതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഉപ്പ് ഉണ്ടാക്കാം. അതല്ലാതെ നമ്മൾ ചെയ്താൽ എന്തായിരിക്കും ശിക്ഷ? നമ്മൾ ജയിലിൽ പോവേണ്ടി വരും അല്ലേ? അങ്ങനെ ഒരു നിയമം ആര് കൊണ്ടുവന്നു? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ഉപ്പിൻ്റെ നികുതി എടുത്തു കളഞ്ഞില്ലെങ്കിൽ നിയമം ലംഘിക്കുമെന്ന് ആര് മുന്നറിയിപ്പ് നൽകി? ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് മുന്നറിയിപ്പ് നൽകി. ഉപ്പിൻ്റെ നികുതി എടുത്തു കളഞ്ഞില്ലെങ്കിൽ, ഉപ്പ് കടലെന്താണ്? നമ്മളെ എവിടെ നിന്നാണ് ഉപ്പുണ്ടാക്കുന്നത്? നമ്മളെ ഇന്ത്യയിൽ, നമ്മുടെ കടലിൽ നിന്നാണ്. അതായത് നമ്മളുടെ മണ്ണിൽ, നമ്മളെ സ്വന്തം ദേശത്തിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ? അതിൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തി. അങ്ങനെ അത് നാളെ അവർ വേറെ മറ്റു കാര്യങ്ങൾക്ക് എന്ത് ചെയ്യും? നികുതി ഏർപ്പെടുത്തും. അപ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല അല്ലേ? അപ്പോൾ ഗാന്ധിജി എന്തു പറഞ്ഞു? ഉപ്പിൻ്റെ നികുതി എടുത്തു കളഞ്ഞില്ലെങ്കിൽ നിയമം ലംഘിക്കുമെന്ന് ഗാന്ധിജി മുന്നറിയിപ്പ് നൽകി. അങ്ങനെ 1930 മാർച്ച് 12 പ്രഭാതം, അതായത് അന്ന് രാവിലെ സബർമതി ആശ്രമം പതിവിലും നേരത്തെ ഉണർന്നു. നെഹ്റുവും സരോജിനി നായിഡുവും അടക്കം ആയിരങ്ങൾ അവിടെ തടിച്ചുകൂടി. അവരോടായി ഗാന്ധിജി പറഞ്ഞു, ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും. സബർമതിയിൽ നിന്ന് കാൽനടയായി ഏകദേശം 388 കിലോമീറ്റർ ദൂരം പൊള്ളുന്ന വെയിലിൽ നടന്ന് ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്തെത്തി. ജനങ്ങൾ നോക്കി നിൽക്കെ അദ്ദേഹം ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. ഉപ്പ് പിടിച്ച ഈ മുഷ്ടി തകർത്തേക്കാം, എന്നാലും ഈ ഉപ്പ് വിട്ടുകൊടുക്കില്ല. അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രംഗത്ത് ഉപ്പ് ശക്തിയുടെ പ്രതീകമായി. ഈ ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ടതോടെ രാജ്യത്ത് നിയമലംഘന സമരത്തിന് തുടക്കമായി. എന്താണ് ഗാന്ധിജി മുന്നറിയിപ്പ് നൽകിയില്ലേ? ഈ നികുതി എടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ നിയമലംഘനം നടത്തുമെന്ന്. അപ്പോൾ ബ്രിട്ടീഷുകാരത് കേട്ടില്ല. അങ്ങനെ 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡിയിലേക്ക് യാത്ര പുറപ്പെട്ടു അല്ലേ? 78 അനുയായികളും കൂടി ഗാന്ധിജി യാത്ര പുറപ്പെട്ടു അല്ലേ? എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു? 388 കിലോമീറ്റർ പൊള്ളുന്ന വെയിൽ കൊണ്ട് അവർ കടപ്പുറത്തെത്തിയില്ലേ? എന്നിട്ട് ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്തു പറഞ്ഞു? ഈ ഒരു ഉപ്പ് എന്തിൻ്റെ പ്രതീകമാണ്? ശക്തിയുടെ പ്രതീകമാണ് അല്ലേ? ഈ മുഷ്ടി, അതായത് ആ കൈ തകർത്തേക്കാം, എന്നാലും ഈ ഉപ്പ് വിട്ടുകൊടുക്കില്ല.
അങ്ങനെ ഈ നിയമലംഘനത്തിലൂടെ പിന്നീട് അങ്ങോട്ട് ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ടതോടെ രാജ്യത്ത് പിന്നീട് അങ്ങോട്ട് നിയമലംഘനത്തിന്, അതായത് ബ്രിട്ടീഷുകാരുടെ നിയമങ്ങൾ നമ്മൾ ലംഘിക്കാൻ തുടങ്ങി, അതായത് നമ്മൾ ആ നിയമത്തിനെതിരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. Salt is a thing we all need. The British levied taxes on salt which Indians prepared on their own seashores. Those who did not pay taxes could be even imprisoned. This was the law. Gandhiji warned of mass violation of law if the tax on salt was not withdrawn. 12th March 1930 morning, Sabarmati Ashram woke up earlier that day. Thousands of people, including Jawaharlal Nehru and Sarojini Naidu, gathered there. Gandhiji told them, "I will return only if I win, or else I will offer my body to the seas." Gandhiji and his followers walked a long distance of about 388 kilometers from Sabarmati to the shores of Dundee. In the hot sun, in front of an onlooking crowd, Gandhiji took a handful of salt and, raising his hand, said, "This handful of salt is the symbol of strength. This first may be crushed, but the salt will not be given up." Thus, salt became the symbol of strength in the history of the Indian freedom struggle. The violation of the Salt Law marked the beginning of the civil disobedience movement in the country. കൂട്ടുകാരെ, ഈ സ്വാതന്ത്ര്യ സമര ഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വരിക വരിക സഹചരെ, വലിയ സഹന സമരമായി, കരളുറച്ചു കൈകൾ കോർത്തു കാൽനടയ്ക്കു പോകനാം. കൺ തുറന്നു നോക്കുവിൻ, കൈകൾ കോർത്തിറങ്ങുവിൻ, കപട കുടില ഭരണകൂടമിക്ഷണം തകർക്കണം. ബ്രിട്ടനെ വിരട്ടുവിൻ, ചട്ടമൊക്കെ മാറ്റുവിൻ, ദുഷ്ടനീതി വിഷ്ടബത്തിലൊട്ടുമേ നിലച്ചിട. വിജയമെങ്കിൽ വിജയവും, മരണമെങ്കിൽ മരണവും, ഭയവിഹീനമഖില ജനവും ആഗ്രഹിച്ചിറങ്ങണം. വെടികളടികളൊടികളൊക്കെ വന്നുമെത്തുകൊള്ളുകിൽ, പൊടി തുടച്ച് ചിരിച്ചു മാറുകാട്ടി നിൽക്കണം. ഉപ്പു നാം കുറുക്കണം, ആരു വന്നെതിർക്കലും, അല്പവും കൊടുത്തിടാതെ കോപിയാതെ നിൽക്കണം. ലാത്തിയില്ല തോക്കുമില്ല എങ്കിലും കരങ്ങളിൽ, രക്തമുള്ള നാൾ വരെ നമുക്കു യുദ്ധമാടണം. വരിക വരിക സഹചരെ, വലിയ സഹന സമരമായി, കരളുറച്ചു കൈകൾ കോർത്തു കൽനടയ്ക്കു പോകനാം. ലാത്തിയില്ല തോക്കുമില്ല എങ്കിലും കരങ്ങളിൽ, രക്തമുള്ള നാൾ വരെ നമുക്കു യുദ്ധമാടണം. കൂട്ടുകാർ, ഈ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള ഗാനങ്ങൾ, അതായത് ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് എന്ത് ചെയ്തു? ആവേശം പകർന്നു. കാരണം നമുക്കിങ്ങനെ എന്താ പറയുക, ഇത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ആവേശം തോന്നണില്ലേ? അപ്പോൾ ആ ഒരു സമര നേതാക്കന്മാർക്ക് എന്തുമാത്രം ജനങ്ങൾക്ക് ആവേശവും ആത്മവിശ്വാസവും നൽകിയിട്ടുണ്ടാവും. ഈ ഒരു ഗാനം രചിച്ചത് അംഷി നാരായണപിള്ള ആണ്. അങ്ങനെ ഇവ ആലപിച്ചുകൊണ്ടാണ്, അതായത് ഈ വരികൾ ആലപിച്ചുകൊണ്ടാണ് സത്യാഗ്രഹികൾ ഉപ്പ് നികുതി നിയമം ലംഘിക്കാൻ കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചത്. കേരളത്തിൽ എവിടെയാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്? കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ എന്ന സ്ഥലത്ത്. അവർ ഈ ഒരു ഗാനം ആലപിച്ചുകൊണ്ടാണ് ആ യാത്ര ചെയ്തത്. കേരളത്തിലെ സമരത്തിന് കെ കേളപ്പനാണ് നേതൃത്വം നൽകിയത്. ആരാണ് കേരളത്തിലെ സമരത്തിന് നേതൃത്വം നൽകിയത്? കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് അപ്പോൾ ആരാണ്? കെ കേളപ്പനാണ്. അപ്പോൾ അദ്ദേഹം എന്തെന്നറിയപ്പെടുന്നു? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഗാന്ധിജി അടക്കമുള്ള പല നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ക്രൂരമായിട്ട് മർദ്ദിച്ചു. അതുപോലെ തന്നെ കേരളത്തിലെ സ്വതന്ത്ര സമര സേനാനികൾ ആരൊക്കെയാണ്?
കെ കേളപ്പനെ കൂടാതെ ടി കെ മാധവൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, കെ പി കേശവമേനോൻ, എ കെ ഗോപാലൻ, അക്കാമ ചെറിയാൻ, കുട്ടിമാളുമ്മ തുടങ്ങിയവർ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ നേതൃത്വം വഹിച്ച പ്രമുഖരാണ്. അതായത് ഈ ഒരു സത്യാഗ്രഹങ്ങളെയൊക്കെ എന്ത് ചെയ്തു, ഈ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ട് അവരെയൊക്കെ ക്രൂരമായിട്ട്, ഈ നേതാക്കന്മാരൊക്കെ ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. പക്ഷെ നമ്മൾ പിന്നോട്ട് പോയില്ല അല്ലേ, നമ്മളെ സ്വാതന്ത്ര്യം നേടുക തന്നെ ചെയ്തു അല്ലേ. ഇത് ഈ ഒരു സമയത്ത് തന്നെ കേരളത്തിൽ നടന്ന സത്യാഗ്രഹങ്ങളാണ് വൈക്കം സത്യാഗ്രഹം, അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം. അതായത് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അങ്ങനെ പല അനാചാരങ്ങളും ആ ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ഇതിനെതിരെയും അതുപോലെ തന്നെ പൊതുവഴിയിൽ താഴ്ന്ന ജാതിക്കാർക്ക് പോവാൻ പറ്റാതെയുള്ള സമരങ്ങൾ, ഈ ഒരു രീതിയൊക്കെ നിലനിന്നിരുന്നു. ഇതിനെതിരെയൊക്കെ വൈക്കം സത്യാഗ്രഹവും അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹമൊക്കെ നടന്നിരുന്നു. എന്തായിരുന്നു നമുക്ക് പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നത്? സമരങ്ങളുടെ പട്ടിക ഉപ്പ് സത്യാഗ്രഹം ചേർത്ത് വിപുലമാക്കുക. നമ്മൾ ആദ്യം തൊട്ടേ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടല്ലേ. ചമ്പാരൻ സമരം, അഹമ്മദാബാദ് തുണി മിൽ പണിമുടക്ക്, അതുപോലെ തന്നെ ഗേഡ സമരം, പിന്നെ ഏതായിരുന്നു നിസ്സഹകരണ സമരം. അതിൽ അങ്ങനെ ഒരു പട്ടിക നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ലേ. അതിൽ കൂടി എന്തുകൂടിയും കൂട്ടണം, ഉപ്പ് സത്യാഗ്രഹം കൂടി നമ്മൾ കൂട്ടണം. അടുത്ത ചോദ്യം എന്തായിരുന്നു? സ്വാതന്ത്ര്യദിന ക്വിസ് ചോദ്യങ്ങൾ വിപുലപ്പെടുത്തുക. നമ്മൾ സ്വാതന്ത്ര്യദിന ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ലേ. അതിലൂടെ ഇന്നും നമ്മൾ പഠിച്ച കാര്യങ്ങളും കൂടി ചേർത്ത് ചോദ്യങ്ങൾ കൂട്ടുക. അടുത്ത എന്തായിരുന്നു? ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. Expand the table of struggles by adding salt സത്യാഗ്രഹ. Expand the Day of Independence Day quiz. Write a short note on salt സത്യാഗ്രഹ. അപ്പം നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാം അല്ലേ. നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളാണല്ലേ. ഈ പട്ടികയിൽ ഏതൊക്കെയായിരുന്നു? ഒന്ന്, ചമ്പാരൻ സത്യാഗ്രഹ, സ്റ്റേറ്റ് ബീഹാർ, ഇയർ 1970, സ്പെഷ്യൽ ഫീച്ചേഴ്സ്, സോൾവ് ദി സ്ട്രഗിൾസ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ഫാമേഴ്സ്, ഗാന്ധിജീസ് ഫസ്റ്റ് സത്യാഗ്രഹ എക്സ്പെരിമെൻറ്റ് ഇൻ ഇന്ത്യ, റെഡ്യൂസ്ഡ് ദി സഫറിങ്സ് ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ്. സെക്കൻഡ്, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ. ദെൻ ഗുജറാത്ത്, year 1980, satyagraha for increasing wages, laborers got increased wages. Third one, Keda Satyagraha, Gujarat 1980, satyagraha of Gandhi for reducing high imposter tax. As a result, imposter tax reduced. ആദ്യത്തേത് ചമ്പാരൻ സമരമായിരുന്നു ബീഹാറിൽ 1917. എന്തായിരുന്നു പ്രത്യേകതകൾ? കർഷകരുടെ ദുരിതങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞു. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമര പരീക്ഷണം. നീലം കർഷകരുടെ വിഷമതകൾ കുറഞ്ഞു അല്ലേ. രണ്ടാമത്തേത് അഹമ്മദാബാദ് തുണിമിൽ സമരം ഗുജറാത്ത് 1918, തൊഴിലാളികളുടെ കൂലി വർധനവിനായിട്ട് അതുപോലെ തന്നെ സമരത്തിൻ്റെ ഫലമായിട്ട് കൂലി വർദ്ധിച്ചു. മൂന്നാമത്തേത് ഗേഡ സമരം ഗുജറാത്തിൽ തന്നെ 1918 കർഷകർക്കുമേൽ അടിച്ചേൽപ്പിച്ച നികുതി ഇളവ് ചെയ്ത് നൽകി. ഈ ഗേഡ സമരവും അഹമ്മദാബാദ് തുണിമിൽ സമരവും ഒരേ സംസ്ഥാനമാണ്, അതുപോലെ തന്നെ ഒരേ വർഷമാണ്. അപ്പോൾ അതിലെ ചമ്പാരൻ സത്യാഗ്രഹം മാത്രമാണ് 1917. അപ്പം നിങ്ങൾ ഈ ഒരു ഓർഡറിൽ പഠിക്കുക. വർഷങ്ങൾ നമ്മളിങ്ങനെ കുറേ വർഷങ്ങൾ പഠിക്കുന്തോറും കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. പിന്നെന്തായിരുന്നു? നിസ്സഹകരണ സമരം, നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്. വർഷം ഇയർ എത്രയായിരുന്നു? 1920. 1920 രാജ്യവ്യാപകമായിട്ട് നേഷൻ വൈഡിലെ പ്രത്യേകത സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? ഖാദി പ്രചരിപ്പിക്കുക, പ്രമോട്ട് ഖാദി, മദ്യം വർജിക്കുക, അവോയ്ഡ് ലിക്വർ, ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക, പ്രൊപ്പഗേറ്റ് ഹിന്ദി ലാംഗ്വേജ്, വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക, സ്വദേശ വസ്ത്രങ്ങൾ സ്വീകരിക്കുക, ബൈക്കോട്ട് ഫോറിൻ ക്ലോത്ത്സ്. വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക പറഞ്ഞെന്താ വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ വസ്ത്രങ്ങളൊക്കെ നമുക്ക് വേണ്ട, നമുക്ക് നമ്മളുടെ നൂറ്റുള്ള വസ്ത്രങ്ങൾ മതിയല്ലേ. നമ്മൾ ഉപ്പ് സത്യാഗ്രഹം കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഉപ്പ് സത്യാഗ്രഹമാണ് സമരം. ഏത് സംസ്ഥാനത്തായിരുന്നു? ഗുജറാത്ത് സംസ്ഥാനത്തിലാണ്. വർഷം ഏതായിരുന്നു? 1930 മാർച്ച് 12. എന്തായിരുന്നു പ്രത്യേകത? ഉപ്പിന് മേലുള്ള നികുതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. സാൾട്ട് സത്യാഗ്രഹ, സ്റ്റേറ്റ് ഗുജറാത്ത്, ഇയർ 1930 മാർച്ച് 12. സ്പെഷ്യൽ ഫീച്ചേഴ്സ്, വിത്ഡ്രോൺ ദി ടാക്സ് ഓൺ സാൾട്ട്.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ്? ഇൻ വിച്ച് ഇയർ ജാലിയൻവാല ബാഗ് ഇൻസിഡൻറ്റ് ടുക്ക് പ്ലേസ്? 1919 ഏപ്രിൽ 13, 1990 ഏപ്രിൽ 13. എവിടെയാണ് ജാലിയൻവാല ബാഗ്? വെർ വാസ് ജാലിയൻവാല ബാഗ്? പഞ്ചാബിലെ അമൃത്സർ ഇൻ പഞ്ചാബ്. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ ആരായിരുന്നു? ഹു വാസ് ദി പഞ്ചാബ് ഗവർണർ ടു ഓർഡർ ദി മസാരെ? മൈക്കൽ ഓഡയർ. ജാലിയൻവാല ബാഗ് മൈതാനത്ത് ജനങ്ങൾ ഒത്തുകൂടിയത് ആരുടെയെല്ലാം അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ്? പീപ്പിൾ ഗാദേർഡ് അറ്റ് ജാലിയൻവാല ബാഗ് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ഹൂസ് അറസ്റ്റ്? ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചലു, ഡോക്ടർ സത്യപാൽ. ഗാന്ധിജി എത്ര പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടുണ്ട്? ഹൗ മെനി ടൈംസ് ഡിഡ് ഗാന്ധിജി വിസിറ്റ് ഇൻ കേരള? 5 times, 5 പ്രാവശ്യം. ഇനിയും നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടല്ലേ, നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1930 മാർച്ച് 12. ഗാന്ധിജിയും കൂട്ടരും ദണ്ഡി കടപ്പുറത്തെത്തിയ വർഷം 1930 ഏപ്രിൽ 5. The year Gandhi and his cohorts reached the shores of Dundee, 1930 April 5. സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്കുള്ള ദൂരം 388 കിലോമീറ്റർ. ഡിസ്റ്റൻസ് ഫ്രം സബർമതി ആശ്രമം ടു ദണ്ഡി 388 കിലോമീറ്റർ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. ഹൂ ഈസ് നോൺ ആസ് കേരള ഗാന്ധി? കെ കേളപ്പൻ. ദണ്ഡി യാത്ര ഏത് സമര സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉപ്പു സത്യാഗ്രഹം. ദണ്ഡി മാർച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സത്യാഗ്രഹ മൂവ്മെൻറ്റ്? സാൾട്ട് സത്യാഗ്രഹം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് വേദിയായത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ. ദി വെന്യൂ ഫോർ ദി സാൾട്ട് സത്യാഗ്രഹ ഇൻ കേരള, പയ്യന്നൂർ ഇൻ കണ്ണൂർ ഡിസ്ട്രിക്ട്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. ഇയർ ഓഫ് ദി വൈക്കം സത്യാഗ്രഹ 1924. ദി സോങ് വരിക വരിക റിട്ടൺ ബൈ അംഷി നാരായണപിള്ള. അടുത്തത് ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചൊരു കുറിപ്പ് എഴുതാനായിരുന്നു അല്ലേ? കടൽ തീരത്തു നിന്നും ഉപ്പ് എടുക്കുന്നതിന് ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തി. നികുതി കൊടുക്കാതെ ഉപ്പ് കുറുകിയാൽ ജയിൽ ശിക്ഷ ആയിരുന്നു നിയമം. ഉപ്പിന് നികുതി എടുത്തു കളഞ്ഞില്ലെങ്കിൽ നിയമം ലംഘിക്കുമെന്ന് ഗാന്ധിജി മുന്നറിയിപ്പ് നൽകി. 1930 മാർച്ച് 12 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അഹിംസാ സത്യാഗ്രഹമാണ് ഉപ്പു സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ദണ്ഡിയിലേക്ക് നടത്തിയ യാത്രയോടെ ആണ് ഇത് ആരംഭിച്ചത്. ഗുജറാത്തിലെ സബർമതിയിലെ ഗാന്ധിയുടെ ആശ്രമം മുതൽ ദണ്ഡി വരെ നികുതി നൽകാതെ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനായി ദണ്ഡിയാത്ര നടന്നു. കേരളത്തിൽ പയ്യന്നൂർ ആയിരുന്നു ഉപ്പ് സത്യാഗ്രഹത്തിന് പ്രധാന വേദി. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനായിരുന്നു. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് ആലപിച്ച വരിക വരിക സഹചര എന്ന ഗാനം രചിച്ചത് അംഷി നാരായണപിള്ളയാണ്. ഗാന്ധിജിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ 78 പേരാണ് പങ്കെടുത്തത്. ഗാന്ധിജി 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. The British imposed a tax on the extraction of salt from the coast. The law was that if you cut paying taxes, you would be imprisoned. Gandhiji warned that if the tax of salt was not removed, the law would be violated. The Salt Satyagraha is a non-violent satyagraha started on March 12, 1930 under the leadership of Mahatma Gandhi. Payyanur was the main venue for the Salt Satyagraha in Kerala. K. Kelapan, who led the Salt Satyagraha in Kerala. The song Veriga Veriga Sahajare, sung in connection with the Salt Satyagraha in Kerala, was composed by Amshi Narayanapilla. Along with Gandhiji, 78 people participated in the Salt Satyagraha on April 6, 1930. 5 അല്ല 6 ആണ് കേട്ടോ. 1930 Dandi produced salt in violation of the Salt Act on the coast. അപ്പോൾ നമ്മൾ ധാരാളം ചോദ്യങ്ങൾ പഠിച്ചു. കുറേ വർഷങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓരോ ക്ലാസ്സിലും പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുന്നതിനോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലും ഇതൊക്കെ കുറിക്കുക. അപ്പോൾ നമുക്ക് തന്നെ മറച്ചു നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇപ്പോൾ ചോദിച്ചാലും കിട്ടുമല്ലോ. അതുപോലെ തന്നെ ഈ വർഷങ്ങൾ ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് വർഷങ്ങൾ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. നമുക്ക് സംഭവം അറിയണ്ടാവുമായിരിക്കും, പക്ഷേ 1918 17 അങ്ങനത്തെ ഒരു സംശയം വരും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഓരോ വർഷവും പഠിച്ചു പോവുക.
എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും വീഡിയോസ് കാണുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്